ഹായ് കൂട്ടുകാരെ, ഞാൻ ഷീബ ഹരിദാസൻക്കൊപ്പം. എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ? കുറച്ചു കാലമായി ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. ഫെബ്രുവരി 25, 2024 എൻ്റെ അമ്മ അന്തരിച്ചു. ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അന്നെൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാലം മൺവിളക്കൂതിയില്ലേ. വീടിനുള്ളിൽ അമ്മ തന്നോർമ്മയായി ഒറ്റക്കിരിപ്പല്ലേ, ഞാനിപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. അന്നെൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാലം മൺവിളക്കൂതിയില്ലേ. വീടിനുള്ളിൽ അമ്മ തന്നോർമ്മയായി ഒറ്റക്കിരിപ്പല്ലേ, ഞാനിപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. തിരികെ പോരുമ്പോൾ പിൻവിളി കൊണ്ടിപ്പോൾ അമ്മ വിളിക്കാറില്ല, നോക്കി പോവണം മോളെ എന്നു വിളിച്ചു പറയാറില്ല. തിരികെ പോരുമ്പോൾ പിൻവിളി കൊണ്ടിപ്പോൾ അമ്മ വിളിക്കാറില്ല, നോക്കി പോവണം മോളെ എന്നു വിളിച്ചു പറയാറില്ല. കുറച്ചേറെ കാലങ്ങളായി ഓർമ്മകൾ നഷ്ടമായി, മക്കളെ പോലും തിരിച്ചറിയാതെ അമ്മ കഴിയുന്നു, എൻ്റെ അമ്മ കഴിയുന്നു. അന്നെൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാലം മൺവിളക്കൂതിയില്ലേ. വീടിനുള്ളിൽ അമ്മ തന്നോർമ്മയായി ഒറ്റക്കിരിപ്പല്ലേ, ഞാനിപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. ആഹാരമൊന്നും കഴിക്കാതായപ്പോൾ ആശുപത്രിയിൽ അമ്മ കിടക്കുമ്പോൾ ഞാനേറെ ആശിച്ചു പോയി. ആഹാരമൊന്നും കഴിക്കാതായപ്പോൾ ആശുപത്രിയിൽ അമ്മ കിടക്കുമ്പോൾ ഞാനേറെ ആശിച്ചു പോയി. അസുഖമെല്ലാം ഭേദമായ അമ്മയുമായി തിരിച്ചു പോരാമെന്നു ഞാനേറെ മോഹിച്ചു, എന്നും പ്രാർത്ഥിച്ചു. അന്നെൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാലം മൺവിളക്കൂതിയില്ലേ. വീടിനുള്ളിൽ അമ്മ തന്നോർമ്മയായി ഒറ്റക്കിരിപ്പല്ലേ, ഞാനിപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. അന്നെൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാലം മൺവിളക്കൂതിയില്ലേ. വീടിനുള്ളിൽ അമ്മ തന്നോർമ്മയായി ഒറ്റക്കിരിപ്പല്ലേ, ഞാനിപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. എൻ്റെ മോഹങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടമ്മ പോയില്ലേ, ആറടി മണ്ണിൽ ശാന്തമായി തൻ്റെ അമ്മ ഉറങ്ങിയില്ലേ. എൻ്റെ മോഹങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടമ്മ പോയില്ലേ, ആറടി മണ്ണിൽ ശാന്തമായി തൻ്റെ അമ്മ ഉറങ്ങിയില്ലേ. അമ്മ തന്നോർമ്മകളെല്ലാം എന്നിൽ നിറയുമ്പോൾ നൊമ്പരത്താലൊരു തേങ്ങലുമായി ഒറ്റക്കിരിപ്പല്ലേ, ഞാനിപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. അന്നെൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാലം മൺവിളക്കൂതിയില്ലേ. വീടിനുള്ളിൽ അമ്മ തന്നോർമ്മയായി ഒറ്റക്കിരി
ഇപ്പോൾ ഒറ്റക്കിരിപ്പല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.